ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലൈഫിലേക്ക് സമ്പത്തിനെ എങ്ങനെ ആകർഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് നേടിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ പണം ആവശ്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ധാരാളം സമ്പത്തുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവർക്കും സമ്പത്തില്ലാത്തത്? കാരണം അവരുടെ സമ്പത്ത് ആകർഷിക്കുന്ന കാന്തങ്ങൾ അവരെ സമ്പത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല കാര്യമാണോ? അല്ല. അപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങളുടെ സമ്പത്തിനെ ആകർഷിക്കുന്ന കാന്തത്തിനെ പൂർണ്ണശേഷി കൈവരിക്കാൻ വേണ്ടി അതിന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി, പണത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എല്ലാം ഇല്ലാതാക്കണം. അത് നിങ്ങൾ ഇതുവരെ റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കുട്ടിക്കാലം സമ്പത്തിനെക്കുറിച്ചും പണത്തിനെക്കുറിച്ചും മാതാപിതാക്കളും മറ്റു മുതിർന്നവരും നടത്തിയ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് പണം തിന്മയാണ്, അല്ലെങ്കിൽ സമ്പന്നര് സ്വാർത്ഥരാണ് എന്നിവയൊക്കെയാണ്. എന്നാൽ ഈ നെഗറ്റീവായ വിശ്വാസങ്ങൾ ശരിയാണോ? അല്ല. പകരം നിങ്ങൾ സമ്പത്ത് നേടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ജേണലിൽ എഴുതുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് പണം നൽകുന്നതിലോ തിന്മയോ സ്വാർത്ഥതയോ ഒന്നുമില്ല. അതേപോലെ പണവുമായിട്ട് ഒരു പുതിയ ബന്ധം സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്ന കൈകളോടെ പണത്തിനെ സ്വാഗതം ചെയ്യുക. പ്രപഞ്ചം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നമുക്ക് നമ്മുടെ സമ്പത്തിനു വേണ്ടി, സമ്പത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി എപ്പോഴും പറയാവുന്ന കുറച്ച് അഫർമേഷൻസ് ഞാനിവിടെ പറയാം. ഞാൻ എല്ലായ്പ്പോഴും സമ്പന്നനായിരിക്കും. കടന്നു പോകുന്ന ഓരോ ദിവസവും ഞാൻ എൻ്റെ സമ്പത്ത് തുടർച്ചയായി വർദ്ധിപ്പിക്കുകയാണ്. എനിക്ക് ധാരാളം സമ്പത്ത് ലഭ്യമാണെന്ന് അറിയുന്നത് എന്നെ ആവേശഭരിതനാക്കുന്നു. സമ്പന്നനായിരിക്കുക എന്നത് എന്നെ പൂർണ്ണ സംതൃപ്തിയും ശുദ്ധമായ സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്നു. ഞാൻ ചെയ്യുന്നതെന്തും എല്ലായ്പ്പോഴും എൻ്റെ സമ്പത്തിൽ സമൃദ്ധമായ വളർച്ച സൃഷ്ടിക്കുന്നു. ഇനി അടുത്തതായി നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് ഒരു എക്സലന്റ് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് കേട്ടോ, പ്രത്യേകിച്ച് സമ്പത്ത് ഉണ്ടാക്കുന്നതിന്. സമ്പന്നനായിരിക്കുക എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്തൊക്കെ വാങ്ങും സമ്പത്ത് കിട്ടിയ? നിങ്ങൾക്ക് എത്ര പണം ഉണ്ടായിരിക്കും? അതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പന്നമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ചിത്രങ്ങൾ കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തെടുക്കുകയോ ചെയ്ത ശേഷം നിങ്ങളുടെ വിഷൻ ബോർഡിൽ അവ ഒട്ടിക്കുകയോ ടേപ്പ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യാം. ദിവസം മുഴുവൻ നിങ്ങൾ നിരവധി തവണ നോക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വിഷൻ ബോർഡ് വയ്ക്കുക. ഓരോ തവണ നമ്മൾ വിഷൻ ബോർഡ് കാണുമ്പോഴും യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കണമെന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും. ഇക്കാര്യങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ ലൈഫിലേക്ക് സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരാൻ പ്രവർത്തിക്കും. എല്ലാവരുടെയും ലൈഫിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.